നമ്മളെല്ലാവരും ഈ താഴെ കാണിക്കുന്ന പിക്ചറിലെ പോലെ ബാസ്ക്കറ്റുകളിലായിരിക്കുമല്ലോ സവോളയും കിഴങ്ങും ഒക്കെ സൂക്ഷിക്കുന്നത്. എല്ലാവരും അല്ല, കൂടുതൽ ആൾക്കാരും. പക്ഷെ ഇങ്ങനെ സവോളയും കിഴങ്ങും അടുത്ത് വെക്കുന്നത് കൊണ്ട് സവോളയിൽ നിന്നും റിലീസ് ആകുന്ന എഥിലീൻ എന്ന ഗ്യാസ് നമ്മുടെ ഈ പൊട്ടറ്റോ പെട്ടെന്ന് മുള വരാൻ ചാൻസസ് ആകുകയും ഇങ്ങനെ ഈ മുള വന്ന് ഇത് കണ്ടോ, ഇതിപ്പം ചെറുതായിട്ട് മുള വന്ന് തുടങ്ങിയതാണ്. ഇങ്ങനെ ഗ്രീൻ കളർ ആയിട്ട് വരുന്ന പൊട്ടറ്റോയിൽ നാച്ചുറൽ ആയിട്ടുള്ള 2-3 ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരാണ് സൊലനൈനും ചാക്കോനൈനും. അപ്പൊ ഇങ്ങനെ മുളച്ച ഗ്രീനിഷ് കളറായിട്ടുള്ള പൊട്ടറ്റോ കഴിക്കുന്നത് വഴി നമുക്ക് വൊമിറ്റിംഗ്, അതുപോലെ വയറുവേദന, ഛർദിൽ, വയറിളക്കം, നോസിയ, അങ്ങനെ പല അസുഖങ്ങൾക്കും കാരണമാകും. ഇനി ഇത് കൂടുതൽ അളവിൽ നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അത് ബ്രെയിൻ ഫോഗിനും അതുവഴി ഡിസോറിയന്റേഷൻ, കൺഫ്യൂഷനും ഒക്കെ കാരണമാകും. ഇതൊരു പ്രകൃതിദത്ത ആൽക്കലോയിഡ് ആണെങ്കിൽ പോലും അതുപോലെ ഗ്ലൈക്കോ ആൽക്കലോയിഡ്സും ഉണ്ട് പൊട്ടറ്റോയില്. അപ്പോൾ ഇത് പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പം ഇതിനെല്ലാം വില്ലനായി നിൽക്കുന്നത് എന്താ? സവോളയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എഥിലീൻ എന്ന ഗ്യാസ് അല്ലേ. അപ്പൊ ഇത് രണ്ടും പരസ്പരം ഒരുമിച്ച് വെക്കാതെ മാക്സിമം നമ്മൾ നോക്കുക. അതുപോലെ തന്നെ പൊട്ടറ്റോയിൽ മുള വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ നമ്മൾ എന്താ ഇങ്ങനെ ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുന്നതിന് പകരം ഒരു കബോർഡില് ഇത്തിരി കൂളും ഡ്രൈയും ഒക്കെ ആയിട്ടുള്ള പ്ലേസിൽ വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് സവോളയുടെ അടുത്ത് വെക്കുക. എഥിലീൻ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ അടുത്ത് വെക്കാതിരിക്കുക. അപ്പം നമുക്ക് ഇനിയും എന്തായാലും ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഒരു ഹെൽത്തി ലൈഫിലേക്ക് നമുക്ക് മാറിയാലോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.